ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മാവ് കുറച്ച് സമയത്തേക്ക് ആ ഒരു ശരീരത്തിന് ചുറ്റും കിടന്ന് കറങ്ങും എന്നാണ് ചില ആളുകൾ പറയുന്നത്. ചില ആളുകൾക്ക് അതിൽ വിശ്വാസമുണ്ട്, ചില ആളുകൾക്ക് അത് അനുഭവമുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് അതിൽ തീരെ വിശ്വാസമില്ല. നമ്മുടെ സ്വന്തം കൊച്ചിയിൽ നടന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ദിനാർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത്. ദിനാറുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ കേൾക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഞെട്ടിക്കും. ഈ ഒരു അനുഭവം ദിനാറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ സുധിയുടെ ഒരു കഥയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഥയല്ല, ശരിക്കും സുധിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും പല ആളുകളും വിശ്വസിച്ചില്ല. പക്ഷേ അത് സത്യത്തിൽ സുധിയുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമായിരുന്നു. അതിൻ്റെ ആ ഒരു ഷോക്ക് മാറാൻ വേണ്ടി സുധി ഒരുപാട് കഷ്ടപ്പെട്ട എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ പറയുന്ന ദിനാർ ഒരു ഓട്ടോക്കാരനാണ്, ഒരു ഓട്ടോ ഡ്രൈവറാണ്. മനസ്സിൽ വലിയ കളങ്കങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ. ദിനാർ കൂടുതലായിട്ടും കൊച്ചിയിലാണ് ഓട്ടോ ഓടിക്കുന്നത്. കൂടുതലായിട്ടും വൈകുന്നേര സമയങ്ങളിലാണ് ഓട്ടോ ഓടിക്കാറുള്ളത്. സുധിയുടെ കാര്യം പറഞ്ഞ ആ ഒരു കഥ കേട്ടിട്ടാണ് ദിനാർ എൻ്റെ അടുത്ത് ദിനാറിൻ്റെ മനസ്സ് തുറക്കുന്നത്. ഇങ്ങനൊരു പ്രശ്നം എനിക്കുണ്ടായി, ഇത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് വിശ്വസിക്കുക, പറ്റുകയാണെങ്കിൽ കുറച്ച് ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക, എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറഞ്ഞത് ദിനാറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ദിനാർ തന്നെയാണ് നേരിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എൻ്റെ പേര് ഹരി. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണുക. വെൽക്കം ടു കരേക്കടൻ ബ്ലോഗേഴ്സ്. എൻ്റെ പേര് അബു എന്നാണ്. ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. കൊച്ചിയിൽ ആളുകൾ കുറവായതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഓട്ടോറിക്ഷ എടുത്ത് ഓടാൻ വേണ്ടി പോവാറ് എറണാകുളത്തേക്കാണ്. ഒരു 4 മണി, വൈകിട്ട് ഒരു 4 മണിയാകുമ്പോഴാണ് ഞാൻ ഓട്ടോറിക്ഷ എടുത്തിട്ട് എറണാകുളത്തേക്ക് പോവാറ്. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ 1 മണി, 12:30, 12 മണിയൊക്കെ ആവും ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രി. ഒരു ദിവസം ഞാൻ വൈകിട്ട് ഒരു 5 മണിക്ക്, ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു അത്. വൈകിട്ട് 5 മണിക്ക് ഞാൻ ഓട്ടോ എടുത്തിട്ട്, കൊച്ചിയിൽ ഓട്ടം വളരെ മോശമായതുകൊണ്ട് ഞാൻ നേരെ എറണാകുളം പോയി. അവിടെ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു, കുറേ കുറേ കസ്റ്റമേഴ്സിനെ കിട്ടി. ഞാൻ 2000 റുപ്യക്ക് ഞാൻ ഓടി. ആദ്യമായിട്ടാണ് ഞാൻ 2000 രൂപയ്ക്ക് ഓട്ടോ ഓടുന്നത്. മറ്റേത് 1200, 1300 രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഓടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാറ്. പക്ഷെ അന്ന് തിരിച്ച് ഓട്ടൊക്കെ കഴിഞ്ഞ് 2000 രൂപ എൻ്റെ പോക്കറ്റിലുണ്ട്. ആ പൈസയും വീട്ടിലേക്ക് കുറച്ച് വൈഫിനും മോൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഫോർട്ട് കൊച്ചിയിലേക്ക്, എറണാകുളത്തു നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന വഴി രാത്രി 1 മണി, 1:15 ആ ഒരു ടൈം ഞാൻ തോപ്പുംപടി, ആ പാലം ഉണ്ടല്ലോ, ഹാർബർ പാലം, അതിറങ്ങി കുറച്ച് തോപ്പുംപടി സെൻട്രലിലേക്ക് എത്തിയപ്പോൾ, അവിടുന്ന് കുറച്ച് നീങ്ങി ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന ആ വഴി എത്തിയപ്പോൾ റോട്ടിലാണെങ്കിൽ ആരുമില്ല. ഞായറാഴ്ച ദിവസമാണ്. ഫോർട്ട് കൊച്ചി, തോപ്പുംപടി ആ ഏരിയ ഞായറാഴ്ച ദിവസങ്ങളിൽ പെട്ടെന്ന് എല്ലാവരും എന്താ പറയുക, ഒരു 9 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും കിടന്നുറങ്ങും. റോട്ടിൽ ആരുമില്ല, വിജനമായിട്ട്. അപ്പം അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പണി കഴിഞ്ഞിട്ട് പോകുന്ന ബംഗാളി ചെക്കന്മാരുണ്ടായിരുന്നു. അവർ പോകുന്നുണ്ട്. ഞാൻ ഓട്ടോ ഓടി ഹാർബർ പാലം ഇറങ്ങി കുറച്ചൊന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന ആ വഴി ഒന്ന് കയറിയപ്പോൾ റോട്ടിൽ ഒരു വണ്ടികൾ പോലും ഇല്ല, ഒരാളും ഇല്ല. ഈ ബംഗാളി പയ്യന്മാർ പണി കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്ന അവർ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ, ഒരു കാറ്, അത് വാഗ്നർ കാറ് ഇങ്ങനെ മറഞ്ഞു കിടക്കുകയാണ്.
ടയറ് മുകളിലേക്കായിട്ട്. ഞാൻ എൻ്റെ ഓട്ടോറിക്ഷ മറ്റേ ദിലീപൊക്കെ കൊച്ചി രാജാവിൽ ഓടിക്കുന്ന അങ്ങനത്തെ ചെറിയ ഓട്ടോറിക്ഷയാണ്. അത് ഞാൻ സൈഡിലേക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരെ ഈ കാറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പം അതിൽ 3 ചെറുപ്പക്കാർ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചില്ലിൽ ഇങ്ങനെ അവർക്ക് തുറക്കാൻ പറ്റുന്നില്ല, അകത്തുനിന്നും തുറക്കാൻ പറ്റുന്നില്ല, എനിക്ക് പുറത്തുനിന്നും അത് തുറക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ആ ഒരു പകുതി പൊട്ടിയിട്ടുണ്ടായിരുന്നു ഗ്ലാസ്. അത് എൻ്റെ കൈ ഞാൻ നോക്കിയില്ല, ചെറുങ്ങനെ സ്ക്രാച്ചൊക്കെ വന്നു, കയ്യിൽ നിന്ന് ചോരയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പൊട്ടിച്ച് ഉള്ളിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ആ ഡോറ് തുറന്ന് ഇവനെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അവനെ പൊക്കിയെടുത്തപ്പം ഒരു മദ്യത്തിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. കള്ളു കുടിച്ചിട്ടുണ്ട് വണ്ടി ഓടിച്ചപ്പോൾ. പിന്നെ ബാക്കിയുള്ള 2 പേരെയും പുറത്തേക്ക് ഇറക്കി. അപ്പം എന്നെ സഹായിക്കാൻ അതിലൂടെ നടന്നുപോയ ബംഗാളി പയ്യന്മാരുണ്ടായിരുന്നു. എന്നാലും പക്ഷെ അവർ എന്തെങ്കിലും പോലീസ് കേസ് ആവുമെന്ന് വിചാരിച്ചിട്ട് അവർ അങ്ങനെ കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിന്നില്ല. പക്ഷെ ബാക്കി അവരൊക്കെ പുറത്തേക്ക് 3 പിള്ളേരെയും ഞാൻ പുറത്തേക്ക് മാറ്റി നിർത്തി. അപ്പോൾ അവർക്ക് 3 ആൾക്കും ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. അവരെ ശരീരം, അവർ നെറ്റ് ചെറുങ്ങനെ ഒന്ന് പോറൽ, പിന്നെ കയ്യിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് പോറൽ, അത്രയൊക്കെ ഉള്ളൂ. ഞാനിവരെ മാറ്റി ഞാൻ ഈ കാറ് കെടുക്കുന്നതിൻ്റെ ഒരു 500 മീറ്റർ അകലെ ഞാനൊന്ന് നടന്ന് പോയി നോക്കിയപ്പം ഞാൻ കണ്ടത് ഒരു ബുള്ളറ്റ്. ആ ബുള്ളറ്റിൻ്റെ മാസ്ക് മൊത്തം തകർന്ന് പെട്രോളൊക്കെ ഒലിക്കുന്നുണ്ട്, പെട്രോൾ ടാങ്ക് പൊട്ടിയിട്ടുണ്ട്, മാസ്ക്, ഹെഡ്ലൈറ്റ് എല്ലാം തരിപ്പണായി. ആ ബുള്ളറ്റിൻ്റെ അടുത്തായിട്ട് ഒരു ചേട്ടനാണെങ്കിൽ വളരെ പതുക്കെ ഈശ്വര എൻ്റെ കാലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ ചേട്ടൻ്റെ അടുത്തേക്ക് പോയിട്ട് കവളത്ത് തട്ടിയിട്ട് ചേട്ടൻ ഒന്നുമില്ല ഏട്ടാ. എനിക്കാണെങ്കിൽ ഈ കാല് ഇങ്ങനെ പിടിച്ചപ്പോൾ ഉണ്ടല്ലോ, ജസ്റ്റ് നമ്മളെ കയ്യിലേക്ക് വരുന്ന അവസ്ഥയായി കാല്. കാരണം ഈ മട്ടൻ്റെ പീസൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട്, കാരണം ഫുൾ ബ്ലഡ് പുള്ളിയുടെ കാലാണെങ്കിൽ കിടന്നിങ്ങനെ ആടണ്. ജസ്റ്റ് ഒന്ന് പിരിച്ചാൽ നമ്മളെ കയ്യിൽ വരും, ആ ഒരു അവസ്ഥയിൽ. ഈശ്വര എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും കുറച്ച് ആളുകളൊക്കെ കൂടി പോലീസിനെ വിവരം അറിയിച്ച് കുറച്ചപ്പുറത്ത് പോയി ഈ ചേട്ടൻ കിടക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറൊരു ചേട്ടൻ ബോധമില്ലാണ്ട് കണ്ണൊക്കെ പുറത്തേക്ക് ചാടിയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ബോധമില്ലാണ്ട് നെറ്റിന്നും ഈ ചെവിയുടെ അവിടെ നിന്നൊക്കെ ഫുള്ള് ബ്ലഡായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ചേട്ടൻ്റെ തല എടുത്തുങ്ങാണ്ട് എൻ്റെ മടിയിൽ വെച്ചിട്ട് ഞാൻ കുറേ നേരം കവളത്ത് ഇങ്ങനെ തട്ടി ചേട്ടാ എണീക്കേട്ടാ ഒന്നുമില്ല എണീക്കേട്ടാ. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ, ഒരു വലിയൊരു ആപ്പ് ഓട്ടോറിക്ഷ, കാരണം എൻ്റെ ഓട്ടോറിക്ഷയിൽ ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല, ചെറിയ വണ്ടി ആയതുകൊണ്ട് ഒരു ആപ്പ ഓട്ടോറിക്ഷ വന്നിങ്ങാണ്ട് ഈ കാല് മുറിഞ്ഞ ആ പുള്ളീനെ ഫസ്റ്റിൽ എടുത്തുകൊണ്ടുപോയി. അതിൻ്റെ ബാക്കിൽ പോലീസ് വണ്ടി വന്ന്. അപ്പം ഞാൻ ഈ ബോധമില്ലാത്ത ചേട്ടനെ കവളത്ത് തട്ടിയിട്ട് ചേട്ടാ എണീക്കേട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പുള്ളിനെ. പുള്ളി ഒരു രീതിയിലും ചലനമില്ല. എൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് ഫുള്ള് ബ്ലഡാണ് എൻ്റെ ഡ്രസ്സിലൊക്കെ, എൻ്റെ യൂണിഫോമിലൊക്കെ. അപ്പോഴേക്ക് പോലീസ് വണ്ടി വന്ന്, കോൺസ്റ്റബിൾ വന്ന്, ഞാനും കോൺസ്റ്റബിളും വേറെ 2 ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് ഈ ബോധമില്ലാത്ത ഈ ചേട്ടനെ ഞാൻ പോലീസ് വണ്ടി കൺട്രോൾ റൂമിൻ്റെ ആ വണ്ടിയിൽ കയറ്റി. ആ കോൺസ്റ്റബിള് നീയല്ല കണ്ട്, നിൻ്റെ നമ്പർ തന്നേടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നമ്പർ ആ പോലീസുകാരന് കൊടുത്ത്, എന്തെങ്കിലും വിളിക്കേട്ടാ എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഓട്ടോ ഡ്രൈവർമാരാണ്, അവിടെ ഉള്ള പരിസരത്തുള്ളതാണെന്നുള്ള ഇതിൽ പുള്ളി വിളിക്കുക എന്നുള്ള രീതിയിൽ ഓക്കെ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ആ എടുത്ത് വെച്ച ചേട്ടനും കൂടെ പോയി. പോലീസുകാരും നേരെ ഹോസ്പിറ്റലിലേക്ക് പോലീസ് വണ്ടിയിൽ ആ ബോധമില്ലാത്ത ചേട്ടനെ കൊണ്ടുപോയി.
ഇത് സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ 3 പിള്ളേരെ, അതിൽ കാറ് പിടിച്ച പയ്യൻ നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ബുള്ളറ്റിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഇതിൽ 2 പേര് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ബുള്ളറ്റ് ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഈ കാറ് നിയന്ത്രണം തെറ്റിയിട്ട് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കെടുക്കണാണ്. അപ്പം ഞാൻ വരുമ്പോൾ കാണുന്നത്, അപ്പം അതാ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഞാനത് മനസ്സിലാക്കി നേരെ ഞാൻ വീട്ടിൽ പോയപ്പോൾ വൈഫ് പറയാണ്, ഫുള്ള് ബ്ലഡാണല്ലോ, എന്താ പറ്റിയത്? ഞാൻ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി, റോട്ടിൽ ഇങ്ങനെ പോലീസ് അവർ എടുത്തുകൊണ്ട് പോയി. എനിക്ക് അന്നത്തെ ദിവസം ഉണ്ടല്ലോ, എനിക്ക് എന്തോ പോലെ, കാരണം ഫുള്ള് ബ്ലഡായിരുന്നു എൻ്റെ ശരീരം മൊത്തം. വൈഫ് പറഞ്ഞ ആ യൂണിഫോം മാറ്റിക്കോ, അത് നമുക്കിനി വേണ്ട എന്നുള്ളൊരു രീതിയിൽ അത് പുറത്തു കൊണ്ടേ കളഞ്ഞ്. ഞാൻ അന്നത്തെ ദിവസം ഇത് തന്നെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ആ പുള്ളിയുടെ, കാരണം ആ കണ്ണ് പുറത്തേക്ക് ചാടിയുള്ള പുള്ളിനെ ഞാൻ കുറേ വിളിക്കാൻ ശ്രമിച്ചിട്ട് പുള്ളി ഒരു ചലനം പോലും നമുക്ക് തരുന്നില്ല. അപ്പോൾ അത് തന്നെ എൻ്റെ മനസ്സിൽ പുള്ളിയുടെ 2 ചെവിയുടെ അവിടുന്ന് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തന്നെ മനസ്സിൽ ഞാൻ നേരെ ഷവറിൻ്റെ അടിയിൽ പോയി ഒന്ന് നല്ലപോലെ കുളിച്ച് ഒന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം ഈ സംഭവമൊക്കെ കഴിഞ്ഞ്, ഈ ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് പഴയതുപോലെ ഓടാനൊക്കെ പോയി. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്ത് ഓട്ടോറിക്ഷ ഓടുന്ന ടൈമിൽ ബാക്കിൽ പാസഞ്ചർ ഉണ്ട്. അപ്പോൾ ഈ ഓടുന്ന ടൈമിൽ എറണാകുളത്തുള്ള സെൻട്രൽ സ്ക്വയർ മാളുണ്ട്. ആ മാളിൻ്റെ പുറത്തുനിന്ന് ഞാൻ കവളത്ത് തട്ടിയിട്ട് എണീക്കേട്ടാന്ന് പറഞ്ഞ ആ ചേട്ടനും വൈഫും 2 പെൺമക്കളും, ചെറിയ ഒരു 5 വയസ്സ് 6 വയസ്സ് തോന്നിക്കുന്ന 2 പെൺകുട്ടികളും വിത്ത് ഫാമിലി ആയിട്ട് പുള്ളി ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പുള്ളിനെ ഒന്ന് വിളിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിക്ക് അറിയില്ലല്ലോ, ഇതാ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്സിഡൻറ്റ്. പക്ഷെ എനിക്കും പുള്ളിനെ അങ്ങോട്ട് കാണാൻ പറ്റില്ലല്ലോ, കാരണം വണ്ടിയിൽ പാസഞ്ചർ ഇരിക്കുന്നുണ്ട്, അവരെ ലൊക്കേഷനിൽ എത്തിക്കണ്ടേ. അപ്പം എൻ്റെ മനസ്സിൽ ദൈവമേ പുള്ളി രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ വീണ്ടും ഒരു വട്ടം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ബൈക്കിൽ പോകുമ്പോൾ തോപ്പുംപടി ബീവറേജിൽ പുള്ളി ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കാണാണ്. അപ്പം ഞാൻ ബൈക്കിലായതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എടാ ഞാൻ അന്ന് പറഞ്ഞില്ലേ ആക്സിഡൻ്റ് ആയത്, ആ ചേട്ടനാണത്. അപ്പോൾ ഇവനിക്കാണെങ്കിൽ വേറെ എങ്ങോട്ടോ ധൃതിയിൽ പോവാൻ ബൈക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത്ര ആ ചേട്ടനാണ്. അപ്പം അവൻ മെയിൻറ്റെയിൻ ചെയ്തില്ല, മനസ്സിലായോ? അപ്പം ഞാനാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി കാണിച്ച്, ഹലോ ചേട്ടാ എന്ന് വിളിച്ച് കൈ കൊണ്ട് ബൈക്കിൽ പോകുന്ന ടൈമിൽ. അപ്പോൾ ഈ അവിടുന്ന് ചേട്ടൻ്റെ റെസ്പോൺസ് കൈ കൊണ്ട് എനിക്ക് ഇങ്ങനെ പൊക്കി കാണിച്ചു തന്നെ, ഇങ്ങനെ പൊക്കി കാണിച്ചു തന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പുള്ളി അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് പൊക്കി കാണിച്ചു തന്നു. പക്ഷെ തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പലവട്ടം എന്ന് പറയുമ്പോൾ ഒരു 4 വട്ടം ഈ ചേട്ടനെ ഞാൻ പല സ്ഥലത്തുനിന്നും വെച്ച് കാണണം. പക്ഷെ ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഞാൻ ഓട്ടോ ഓടാൻ വേണ്ടിയിട്ട് സാധാരണ 4 മണിക്ക് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഞാൻ പോകുന്ന ടൈമിൽ തേവര പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് പോലീസ് ചെക്കിങ് ഉണ്ട്, നേവൽ ബേസിൻ്റെ ആ സൈഡിൽ വെച്ചിട്ട് എന്നെ പോലീസ് കൈയാട്ടി. മീറ്റർ ഇടാത്തതിന് പോലീസ് കൈയാട്ടി. എൻ്റെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ വന്ന് നേരെ ഓട്ടോറിക്ഷൻ്റെ അകത്തേക്ക് തലയിട്ടിട്ട് നോക്കിയപ്പോൾ ആ പോലീസുകാരനാണ്, ആ കോൺസ്റ്റബിളാണ്. എൻ്റെ നമ്പർ മേടിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ നമസ്കാരം, എന്നെ ഓർമ്മയുണ്ടാ? നീ ആയിരുന്നടാ? എടാ മീറ്ററൊക്കെ കറക്റ്റല്ലടാ. ഞാൻ പറഞ്ഞു മീറ്ററൊക്കെ കറക്റ്റാ സാറേ, അതേ ഒരാഴ്ച മുന്നേ മാറ്റിയോളൂ. ശരി എന്നാ നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ എന്നോട് പോകാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഞാൻ ആ പോലീസുകാരൻ ഇങ്ങനെ നടന്നങ്ങോട്ട് മാറി നിന്നപ്പോൾ ഞാൻ നേരെ അടുത്ത് ചെന്നങ്ങാണ്ട് ഞാൻ പോയിട്ട് പോലീസുകാരനോട്, ആ കോൺസ്റ്റബിൾ പോലീസുകാരനോട് ഞാൻ പറഞ്ഞു,
സാറേ അന്ന് കൺട്രോൾ റൂം വണ്ടിയിൽ പോലീസിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടനെ ഞാൻ പല സ്ഥലത്തു നിന്നും വെച്ചിട്ട് ഞാൻ കണ്ടു. എന്തായാലും ദൈവാനുഗ്രഹം, പുള്ളി രക്ഷപ്പെട്ടല്ലോ പാവം. അപ്പം എന്നെങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് എൻ്റെ മുഖത്തോട് മുഖം നോക്കിയിട്ട് എന്നോട് ആ പോലീസുകാരൻ പറഞ്ഞ സംസാരം എന്താണെന്ന് അറിയോ? നീ ആരെ കണ്ടെന്നാണ് ഈ പറയണത്? എടാ, പുള്ളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിൻ്റെ മുന്നേ പുള്ളി മരണപ്പെട്ടു പോയി, പിന്നെ നീ ആരെ കണ്ടെന്നാണ് ഈ പറയണത്? ഷോ, ഞാൻ ഓടാകെ എട്ടിങ്ങേറ് സീനായി. കാരണം പുള്ളി മരിച്ചുപോയി, പക്ഷെ ഞാൻ ഈ 4 വട്ടം പല സ്ഥലത്തുനിന്നും വെച്ചിട്ട് കണ്ടത് ആരെ? ആ ഒരു ഭയങ്കര ചിന്തയായി എനിക്ക്. ഞാൻ ഓടിയില്ല അന്നത്തെ ദിവസം. നേരെ റിട്ടേൺ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന്, അപ്പോൾ വൈഫ് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം. ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഞാനൊരു അവസാന നിഗമനത്തിലെത്തി. കാരണം പുള്ളിയുടെ അവസാനത്തെ ആ ഒരു ഇത് എൻ്റെ മടിയിൽ കിടന്നിട്ടാണ് പുള്ളി മരിച്ചു പോയത്. പക്ഷേ പല സ്ഥലത്തുനിന്നും വെച്ച് 4 വട്ടം പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ഞാൻ കണ്ടത് പുള്ളിയുടെ ഒരു നെഗറ്റീവ് എനർജിയാണ്, പ്രേതത്തെയാണ് ഞാൻ കണ്ടത്. പക്ഷേ പുള്ളി ഉപദ്രവകാരിയല്ല. പക്ഷെ പ്രേതാണെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ ഉപദ്രവിക്കാണ്ട് എന്നെ അത്രയ്ക്ക് എന്താ പറയുക സന്തോഷമാക്കിയിട്ടാണ് പുള്ളി. കാരണം പുള്ളിയുടെ ആ ഒരു നെഗറ്റീവ് എനർജിയിലും ഉണ്ടാവും. ഈവൻ നമ്മളെ കണ്ട് നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു ഇതുണ്ടായിക്കോട്ടെ എന്നുള്ള ആ ഒരു ഇത്. അപ്പം പല സ്ഥലത്തുനിന്നും വെച്ചിട്ട് ഞാൻ കാണാൻ സാധിച്ചത് പുള്ളിയുടെ നെഗറ്റീവ് എനർജിയാണ്. പുള്ളിയുടെ അവസാന നിമിഷം എൻ്റെ മടിയിൽ പുള്ളിയുടെ തല വെച്ചിട്ട് കവളത്തടിക്കുമ്പോഴാണ് പുള്ളിയുടെ ആ ഒരു മരണം സംഭവിക്കുന്നത്. പുള്ളിയുടെ അവസാന നിമിഷം എൻ്റെ മടിയിൽ കിടന്നിട്ട് പുള്ളി മരിക്കുന്നത്. ഞാൻ കണ്ടത് പുള്ളിയുടെ നെഗറ്റീവ് എനർജിയാണ്, പ്രേതത്തെയാണ് ഞാൻ കണ്ടത്. ഈ സ്റ്റോറി ഞാൻ എൻ്റെ കൂട്ടുകാരോടും എൻ്റെ വീട്ടുകാരോടൊക്കെ കുറച്ച് പേരോട് പറഞ്ഞപ്പോൾ അവർ പറയാണ് ഇത് നിനക്ക് തോന്നലായിരിക്കും, അവർ ഡബിളായിരിക്കും. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ച് ഈ പുള്ളി ചെല്ലാനത്തുള്ള ഒരാളാണ്. പുള്ളിക്ക് അങ്ങനെ ബ്രദറും ആരുമില്ല, മനസ്സിലായി. അപ്പം കൂടുതലായിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ നിന്നില്ല. കാരണം എനിക്ക് ആ ഒരു നെഗറ്റീവ് എനർജിയാണ് എനിക്ക് കാണിച്ചു തന്നത്. ഈ പോലീസുകാരൻ പറഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് പുള്ളിനെ കാണാൻ സാധിച്ചിട്ടില്ല. സത്യമായിട്ടും ആ ഒരു നെഗറ്റീവ് എനർജിയെ എനിക്ക് ഈ പോലീസുകാരൻ പറഞ്ഞതിന് ശേഷം എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എവിടുന്നും. ഞാൻ ട്രൈ ആക്കിക്കൊണ്ടിരിക്കണമായിരുന്നു പല സ്ഥലത്തുനിന്നും. ഞാൻ ഇടയ്ക്ക് ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഞാൻ ആ ആക്സിഡൻറ്റ് നടന്ന സ്ഥലമൊക്കെ ഞാൻ ഇങ്ങനെ പതുക്കെ നോക്കിയിട്ടേ പോകാറുള്ളൂ. ചില ദിവസങ്ങൾ അതിലൂടെ ഇങ്ങനെ നടക്കും ഞാൻ കാണാൻ വേണ്ടിയിട്ട് പുള്ളിനെ. പക്ഷെ പോലീസുകാരൻ പറഞ്ഞതിൻ്റെ ശേഷം എനിക്ക് കാണാൻ സാധിച്ചില്ല. എന്തായിരിക്കും ദിനാറിന് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയോ? 1 2 വട്ടമല്ല, ഒരുപാട് തവണ. ദിനാറിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദിനാർ അന്ന് അനുഭവിച്ച ആ ഒരു കാര്യം എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ദിനാർ പറയുമ്പോഴും ദിനാറിൻ്റെ പ്രഷർ കൂടിയിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഇതുപോലെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി മറക്കാതെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ബാക്കി വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരും. അതുവരേക്കും ബൈ ഫ്രം കരേക്കടൻ.